ഇന്നലെ ആലപ്പുഴയിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ പോലീസിന് നേരെ പോലും യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ ആക്രോശിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ പോകുകയായിരുന്നു ഇന്നലെ ഉണ്ടായത്. എന്തായാലും ഭരണത്തിന്റെ തണലിൽ ഇങ്ങനെ പോലീസിനെ പോലും വിരട്ടുന്ന നിലയിലേക്കൊക്കെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെയാണ് വയനാട്ടിൽ പോലീസുകാരെ മർദ്ദിക്കുന്ന നിലയിലേക്കൊക്കെ ഇത്തരത്തിൽ ഭരണ അനുകൂല സംഘടനകളുടെ പ്രവർത്തകരൊക്കെ പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടത്. ആലപ്പുഴയിലെ ആ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പറഞ്ഞ് പോലീസിനെ വിരട്ടുന്ന നിലയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത്. ആലപ്പുഴയിൽ അനുമതിയില്ലാതെ പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചീത്തവിളിയും കയ്യേറ്റവുമായി തിരിഞ്ഞത്. റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിൽ നടത്തിയ മാർച്ചിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കുകയും കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിനെ വെല്ലുവിളിച്ചത്. ഇതിനുശേഷം പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് അകത്ത് കടന്ന പ്രവീൺ അടക്കമുള്ളവരെ പോലീസ് മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദനത്തിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നതിനിടയിലാണ് വീണ്ടും പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി NV പ്രവീൺ പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ഇന്ന് അപമാനിച്ചത്. രാവിലെ SFIയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇത് മുൻകൂർ അനുമതി വാങ്ങിയായിരുന്നു. എന്നാൽ യാതൊരു അനുമതിയുമില്ലാതെയാണ് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടെ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് എത്തും മുൻപ് തന്നെ ഇവർ പോസ്റ്റ് ഓഫീസിനുള്ളിൽ കടന്നു. തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന ആവശ്യവും ഇവർ പോലീസിനോട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വെല്ലുവിളികളുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NV പ്രവീണിന്റെ നേതൃത്വത്തിൽ വീണ്ടും യൂത്ത് കോൺഗ്രസുകാർ രംഗത്ത് വന്നത്. നിന്നെ ഇവിടെ നിർത്തി ഞങ്ങൾ കൈകാര്യം നിന്നെ ചീത്ത വിളിക്കാൻ ഞങ്ങൾ അറിയാം. കൈകാര്യം ഞങ്ങളുടെ രീതി അറിയാം എനിക്ക്. കേട്ടാ ആണല്ലാത്ത ആരാലും പറയാം. DYSP SP ആരാന്ന് വരട്ടെ. എന്താ മൂക്കി കേട്ടു ഒന്ന് കാണല്ലോ. നിന്നെ കൈകാര്യം ചെയ്തിരിക്കും. നീ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് എന്താണെന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ 10 വർഷം ഇവൻ എന്ത് അഭ്യാസമാണെന്ന് കാണുള്ളൂ. ഞങ്ങൾ ഇത്രയും കാലം അടി മേടിക്കണം, ഇനി അടി മേടിക്കണം. നടക്കുന്ന കോളല്ല. ശരിയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണെന്നും രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് ഇടപെട്ട് നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നും പോലീസിനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി ഇവരെ അനുനയിപ്പിക്കുകയായിരുന്നു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.